എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജു പള്ളിപ്പറമ്പിൽ, കേരള സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംസ്ഥാന ചെയർമാനാണ്. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏതാണ്ട് 2003 രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ചാരിറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 10-20 വർഷക്കാലമായി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്നൊരു പ്രസ്ഥാനമാണ്. മാരാരിക്കുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒട്ടനവധി പോഷക സംഘടനകൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സബർമതി വയോജനവേദി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഒരുപാട് വൃദ്ധജനങ്ങളുടെ, പ്രായമായവരുടെ കൂട്ടായ്മകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുവാനും അവിടെയെല്ലാം വൃദ്ധജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുവാനും മരുന്നുൾപ്പെടെ അവരുടെ പെൻഷൻ കാര്യങ്ങളുൾപ്പെടെ അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമൊക്കെ ആയി ചർച്ചകൾ നടത്തുകയും അവരുടെ മീറ്റിങ്ങുകളിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിഞ്ഞ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും കിടപ്പിലായ രോഗികളെ വീടുകളിൽ പോയി പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ, സബർമതിയുടെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളും ഒട്ടനവധി സബർമതി യൂത്ത് ക്ലബ്ബുകളുടെ രജിസ്ട്രേഷനുമൊക്കെ നടത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് യൂത്ത് ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സബർമതിയുടെ പോഷക സംഘടനയാണ് കേരള സബർമതി സാംസ്കാരിക വേദി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇത് കേരളത്തിലുടനീളം ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്ന ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സബർമതി വനിതാ യൂത്ത് ക്ലബ്ബ്, വനിതാ സംഘങ്ങൾ, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, അതുപോലെ സ്പോർട്സ് പ്രവർത്തനങ്ങൾ, സ്പോർട്സ് പരിശീലന പരിപാടികൾ, അതുപോലെ നമ്മുടെ സുനാമി സമയങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, തീരദേശ മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, ഫ്ലഡിൻ്റെ സമയത്ത്, നമ്മുടെ പ്രളയകാലത്ത് കേരളം അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായ പ്രളയകാലത്ത് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം നമ്മുടെ കോവിഡ് കാലത്ത് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായ പ്രവർത്തനങ്ങൾ, അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സഹായ ഉപകരണങ്ങൾ, വീൽ ചെയർ ഉൾപ്പെടെ, വാക്കർ ഉൾപ്പെടെ, സ്റ്റിക്ക്, അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അവർക്ക് എല്ലാം അവരുടെ മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, ഒട്ടനവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഡോക്ടർ കുറിക്കുന്ന മരുന്നുകളെല്ലാം കൃത്യമായി അവരുടെ വീടുകളിൽ കൃത്യമായി ആ മരുന്നുകൾ സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഡോക്ടർമാരുടെ സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, വിവിധ ദിനാചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കേന്ദ്ര യുവജന മന്ത്രാലയവുമായി, സംസ്ഥാന യുവജനക്ഷേമ ബോർഡുമായി ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സബർമതിയുടെ പ്രവർത്തനങ്ങളുടെ ഏതാനും ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. തീർച്ചയായും സബർമതിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, മാതൃകാപരം എന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, എന്തെങ്കിലും ഒരു ചെറിയ പിരിവില്ലാത്ത ഒരു സംഘടന മുന്നോട്ട് പോവുക പ്രയാസകരമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു രസീത് കുറ്റിയില്ലാതെ, കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു രസീത് കുറ്റിയില്ലാതെ, ആരോടും പിരിവ് വാങ്ങിക്കാതെ നമ്മൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സേവന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ജനങ്ങളിലെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെയാണ് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സബർമതിക്ക് കഴിഞ്ഞു എന്ന് തുടക്കത്തിൽ ഒരു സൂചന തന്നത്.
ഞങ്ങൾ ഒരു സഹായം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആരിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്താറില്ല. ഞങ്ങൾ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തുന്നു, അവരെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുന്നു. എന്നിട്ട് അവർക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടി, ആ സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കി കൊടുക്കുന്നു. ആ വേദിയിൽ അവസരമൊരുക്കി കൊടുക്കുമ്പോൾ ആ സ്പോൺസർ ചെയ്യുന്ന ആൾ ഡയറക്റ്റ് ആ സഹായം ആവശ്യമുള്ള ആളിൻ്റെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് സബർമതിക്ക് അവലംബിച്ച് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സഹായം ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് സഹായം നൽകുവാൻ തയ്യാറുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഡയറക്റ്റ് ആ സഹായം ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ. ഒരിക്കലും സ്പോൺസറിൽ നിന്ന് പണമായിട്ടോ സാധനങ്ങളായിട്ടോ നമ്മൾ സ്വീകരിച്ചിട്ടല്ല ഈ സഹായം ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല സംഘടനയിൽ. തീർച്ചയായും അത്തരം പ്രവർത്തനത്തിലൂടെ ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ കരങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു മികവായി ഞങ്ങൾ കാണുകയാണ്. സേവന തൽപരരായ ഒട്ടനവധി പ്രവർത്തകർ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഒട്ടനവധി പോഷക സംഘടനകളുടെ സഹകരണത്തോടുകൂടി ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും അതോടൊപ്പം കേരളത്തിൽ ഉടനീളം നടത്തി വരുന്ന പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള സന്നദ്ധ പ്രവർത്തകർ, അതിന് മനസ്സുള്ള പ്രവർത്തകർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൈകോർക്കുവാൻ, അവിടെയും ഞങ്ങളുടെ ഒരു പോഷക സംഘടനയായി പ്രവർത്തിക്കുവാൻ സ്വതന്ത്ര സ്വഭാവത്തോടുകൂടി തന്നെ യാതൊരു കടിഞ്ഞാണുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള പൂർണ്ണ അനുവാദം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി, സഹായം ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി നമുക്ക് വേണ്ട എല്ലാം എത്തിച്ചു കൊടുക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുക്കുന്ന യൂട്യൂബ് ചാനൽ, സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുകയാണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക മാത്രമല്ല കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് എത്തിക്കുവാനും അത് ലൈക്ക് ചെയ്യുവാനും അതിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലൈക്ക് ചെയ്യുവാനും അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും, എന്തെങ്കിലുമൊക്കെ ചെറിയ കുറിപ്പ്, അതിനകത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, അതൊക്കെ ഒരു കുറിപ്പായി അതിൽ ഇടുവാനും വേണ്ട ഒരു മനസ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകളെയും സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുമായി കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.